ആലപ്പുഴയിൽ മഴയും കിഴക്കൻ വെള്ളത്തിന്റെ വരവും കൂടിയതോടെ ആശങ്കയിലാണ് നാട്ടുകാർ. കുട്ടനാട്ടിലടക്കം ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ട്. കുതിരച്ചാൽ ഭാഗത്ത് 2 ഗർഭിണികൾ വെള്ളക്കെട്ട് കാരണം വീട്ടിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ചെങ്ങന്നൂർ, കാർത്തികപ്പള്ളി താലൂക്കുകളിലായി 5 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. അമൽ സുരേന്ദ്രൻ അവിടെ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കിഴക്കൻ മലയോര പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള മഴയും ഉരുൾപൊട്ടലും ഉണ്ടായതിനു ശേഷം പിന്നീട് 1-2 ദിവസങ്ങൾക്ക് ശേഷമാണ് കൂടുതലായും ഈ അപ്പർ കുട്ടനാട് മേഖലകളിലേക്ക് ആ വെള്ളം എത്തുകയും ഇവിടെ ദുരിതം ഉണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. ഇപ്രാവശ്യവും അങ്ങനെ ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് അപ്പർ കുട്ടനാട്ടിലെ ജനങ്ങളും ജനപ്രതിനിധികളും എല്ലാം. അതിനു വേണ്ടിയിട്ടുള്ള മുൻകരുതലുകളെല്ലാം എടുത്തിട്ടുണ്ട്. കൂടുതലായി വരുന്ന വെള്ളം ഒഴുക്കിക്കളയാനുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട് എന്നെല്ലാം ജില്ലാ ഭരണകൂടം പറയുമ്പോഴും ആശങ്ക ഒഴിയുന്നില്ല. പല വീടുകളും ഒറ്റപ്പെട്ട നിലയിലാണ് ഉള്ളത്. ഇപ്പോൾ നമ്മളുള്ളത് തലവടി പഞ്ചായത്തിലാണ്. പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അടക്കമുള്ളവർ ഇവിടെ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇവിടുത്തെ ഒരു സ്ഥിതി? എന്താണ് സ്ഥിതി? ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു പ്രദേശം. കൂടുതൽ വീടുകളിൽ വെള്ളമായി, കൂടുതൽ ആളുകൾക്ക് ബുദ്ധിമുട്ടായി. അവരൊറ്റപ്പെട്ട ആളുകളെ ഇപ്പോൾ ക്യാമ്പുകളിലേക്ക് ഞങ്ങൾ മാറ്റുകയാണ്. അല്പസമയം മുൻപാണ് കുതിരച്ചാൽ ഭാഗത്ത് അച്ചൻകുഞ്ഞ് എന്ന് പറയുന്ന ഒരാൾക്ക് ശക്തമായിട്ടുള്ള നെഞ്ചുവേദന ഉണ്ടായതിനെ തുടർന്ന് പോലീസ് വാഹനം തന്നെ എത്തി, പോലീസിന്റെ അത്യാധുനികമായിട്ടുള്ള ജീപ്പ് എത്തി അദ്ദേഹത്തെ ഈ വെള്ളത്തിലൂടെ തന്നെ അദ്ദേഹത്തെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരുന്ന, അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില എങ്ങനെയുണ്ട് ഇപ്പോൾ? ഇവിടുത്തെ വാർഡ് മെമ്പർ ഗോപാലകൃഷ്ണനെ അവർ വിളിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ എടത്തുവ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുകയും പോലീസിന്റെ സഹായത്തോടു കൂടി അവിടുന്ന് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്ന് ആശുപത്രിയിലേക്ക് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ വെള്ളം വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കൂടുതലായിട്ട്. അതെ, നിലവിൽ ഈ കുട്ടനാടെന്ന് പറയുമ്പോൾ കിഴക്ക് പെയ്യുന്ന മഴയിൽ വരുന്ന ജലം മൊത്തം ഒഴുകി പോകേണ്ടത് കുട്ടനാട്ടിൽ കൂടാണ്. മണിമലയിലും പമ്പയിലും നിറയുന്ന വെള്ളം ഒന്നീ ഒഴുകി പോകേണ്ടത് ഒന്ന് തോട്ടപ്പള്ളി അല്ലെ തണ്ണീർമുക്കം വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടനാട് പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. ഈ 2 നദിയിൽ കൂടെ ഒഴുകി വരുന്ന വെള്ളം കടന്നു പോകേണ്ടത് ആറുകളുടെയും തോടുകളുടെയും ആഴം കുറഞ്ഞതോടെ ജലം സംഭരിക്കാനുള്ള സംഭരണശേഷി ആറുകളുടെ കുറഞ്ഞു. അത് കുറേ ഡീപ്പനിങ് നടത്തിയാൽ, ആഴം കൂട്ടിയാൽ കുറച്ച് നമുക്കിതിന് പരിഹാരം കാണാനൊക്കും. തീർച്ചയായിട്ടും ഈ കിഴക്കൻ വെള്ളം കൂടുതലായിട്ട് ഈ ഭാഗത്തേക്ക് അപ്പർ കുട്ടനാട് മേഖലയിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് പല വീടുകളിലും ഇപ്പോൾ ഒറ്റപ്പെട്ട നിലയിലാണെന്നാണ് ജനപ്രതിനിധികളടക്കം നമ്മൾ പറയുന്നത്. ഏതായാലും രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമായി നടത്തുകയാണ്. 5ഓളം ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിലേക്ക് മാറി താമസിക്കാൻ ജനങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട്. ഏതായാലും വലിയ അപകടങ്ങൾ ഒഴിവായി നിൽക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടുത്തെ ജനപ്രതിനിധികളും നാട്ടുകാരും ഉള്ളത്. ക്യാമറമാൻ ദീപക് ചേക്കപ്പിനൊപ്പം അമൽ സുരേന്ദ്രൻ, ന്യൂസ് മലയാളം, ആലപ്പുഴ.